ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ പ്രശാന്ത്. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പം ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരുപാട് പേരുടെ സംശയങ്ങൾ, ഒരുപാട് പേർക്ക് നേരിടുന്ന ഒരു പ്രശ്നമാണ് കട്ട് ഓഫിന്റെ തൊട്ടടുത്ത് വരെ എത്തിയിട്ടും കട്ട് ഓഫ് മറികടക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇപ്പോൾ കുറെ നാളുകളായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടും അവർക്ക് കട്ട് ഓഫ് മറികടക്കാനായിട്ട് വരുന്നത്. നമുക്ക് അറിയാം, കഴിഞ്ഞ ഒരു എക്സാം വരെ നമുക്ക് എന്താണ് 1/2 മാർക്കായിരുന്നു ഒരു ചോദ്യത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഇപ്പം 61 വരുമ്പം അവർക്ക് 60.5 മാർക്ക് കിട്ടുന്നു. ആ ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പുതിയൊരു എക്സാം വന്നു, പുതിയ പാറ്റേണിൽ നമ്മൾ ആദ്യത്തെ എക്സാം നടന്നു. അപ്പം 1 മാർക്ക് എന്ന നിലയിലായിരുന്നു, ഒരു ക്വസ്റ്റിന് 1 മാർക്ക് എന്ന രീതിയിലായിരുന്നു എക്സാം വന്നത്. അപ്പം ആ ഒരു എക്സാം കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രൊവിഷണൽ കീ വന്നു. അതിനുശേഷം ഫൈനൽ കീയിൽ ഒരു 3 ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തിട്ട് ഫൈനൽ കീയും വന്നു. അപ്പോൾ അന്നേരം അവരെ സംബന്ധിച്ച ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടോപ്പ് സ്കോറിലോട്ട് എത്തുവാനായിട്ട് പറ്റുന്നത്, അതിൻ്റെ തൊട്ട് താഴെ അവർ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം അവർക്ക് എന്തുകൊണ്ടാണ് അവർക്ക് ആ ഒരു കട്ട് ഓഫ് മറികടക്കാനായിട്ട് പറ്റാത്തത്? അവരെന്തൊക്കെ ചെയ്താലാണ് അവർക്ക് കട്ട് ഓഫ് മറികടക്കുവാനായിട്ട് പറ്റുക? ഒരുപാട് ആൾക്കാരുടെ സംശയമാണ് സാറ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് അതിന് ഒരൊറ്റ ആൻസർ മാത്രമേ നമുക്കുള്ളൂ. കാരണം പഠിക്കുക, വീണ്ടും വീണ്ടും പഠിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ചോദിച്ചാൽ, നമ്മൾ സാധാരണഗതിയിൽ ഒരു CSEB എക്സാം കഴിഞ്ഞ എക്സാം എടുക്കണ്ട, അതിന് മുന്നേയുള്ള CSEB എക്സാം എടുത്തു വരുന്ന സമയത്ത് സാറ് പറഞ്ഞ പോലെ തന്നെ മാർക്കിൻ്റെ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പക്ഷെ അവിടെയൊക്കെ ക്വസ്റ്റ്യൻസ് നല്ല വൈഡായിട്ട് ചോദിക്കുക, അതേപോലെ തന്നെ ബേസും അതേപോലെ തന്നെ മറ്റ് മീഡിയം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. ഇങ്ങനെയൊക്കെ ചോദിച്ച സമയത്ത് നമുക്ക് കുറേ കൺഫ്യൂഷൻസ് ആയിരുന്നു പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. കൺഫ്യൂഷൻസ്. അപ്പോൾ ഈ കൺഫ്യൂഷൻസ് ക്വസ്റ്റ്യൻ ഉണ്ടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ആൻസറിലേക്ക് എത്താനുള്ള ഒരുപാട് വഴികളാണ് അവിടെ ക്ലോസ് ആയി പോകുന്നത്. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ ഒറ്റ കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും നന്നായിട്ട് പഠിക്കുക. നമ്മൾ കഴിഞ്ഞ ഒരു CSEBയുടെ ഒരു പാറ്റേൺ എക്സാം നമ്മൾ നടത്തിയപ്പോൾ അതിന് ശരിക്കും പറഞ്ഞൊരു സിലബസ് എന്ന് പറഞ്ഞാൽ അവർ ഇറക്കിയിട്ടില്ലായിരുന്നു. നമ്മൾ കഴിഞ്ഞ ഓരോ എക്സാമിനും വരുന്ന ഏരിയാസ് ഒക്കെ വെച്ച് നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളൊരു സിലബസ് മേക്ക് ചെയ്തത്. നമ്മൾ പൊതുവെ എല്ലാവരും അങ്ങനെയാണ് അവരുടെ പഠനം മുൻപോട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ്. അതെ, അങ്ങനെയായിരുന്നു. ഇപ്പൊ ക്ലിയർ ആയിട്ട് ഒരു സിലബസ് വന്നു, ക്ലിയർ ആയിട്ട് കറക്റ്റ് ആയിട്ട് ഏതൊക്കെയാണ് സിലബസ്, ഓരോന്നിനും മാർക്ക് ചോദിക്കുക, എങ്ങനെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും അവിടെ കറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞു. അവരുടെ ഭാഗം അവർ ക്ലിയർ ആക്കി. ഇനി ബാക്കിയുള്ള നമ്മുടെ ഭാഗമാണ് നമ്മൾ ക്ലിയർ ആക്കുന്നത്. അതിന് ചെയ്യാൻ പറ്റുക, നിങ്ങൾ ഈ CSEBയുടെ സിലബസ് കറക്റ്റായിട്ട് നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം, എന്നാലും കറക്റ്റായിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചുകൊണ്ട് ഓരോ ഏരിയയും കൃത്യമായിട്ട് മാക്സിമം നിങ്ങൾ ഡെപ്തിലും അതേപോലെ തന്നെ അഡ്വാൻസ് ലെവൽ, നിങ്ങൾ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പറയാം നമ്മൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരാം, അഡ്വാൻസ് ലെവൽ വരാം. ചിലപ്പോൾ ഈ ഒരു എക്സാമിന് ചിലപ്പോൾ ബേസ് ലെവൽ വന്നു വെച്ചിട്ട് അടുത്തതിനും അത് മാത്രമേ വരൂ എന്ന് വെച്ചാൽ നമ്മൾ മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. എന്തുണ്ടാവും, അഡ്വാൻസ് ലെവൽ നമുക്ക് ചോദ്യങ്ങൾ വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ സിലബസ് കൃത്യമായിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് ഓരോ ഏരിയയും പെർഫെക്റ്റ് ആയിട്ട് ഒരു പോയിന്റ് പോലും മിസ്സാവാതെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് മാത്രമാണ് അതിന് നമുക്ക് ചെയ്യാൻ പ്രധാനമായിട്ടും പറ്റുക. അപ്പം ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, പൊതുവേ എല്ലാവരും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള പഠനം മുൻപോട്ട് കൊണ്ടുവന്ന ആളുകളുണ്ടായിരുന്നു. അപ്പം ഇനി ഉള്ള എക്സാമുകൾക്ക് നമ്മൾ ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ പഠിച്ചാൽ മതിയോ, അതോ എന്താണ് അതിൻ്റെ അകത്ത് ഒരു പഠനത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ? നമ്മൾ ഈ ഒരു കാര്യം തന്നെ പ്രധാനമായിട്ടും പറയാൻ വേണ്ടി പറ്റുക, നമ്മളിപ്പോൾ ഒരു സിലബസ്, അതായത് പുതിയ സിലബസ് ഒന്ന് ഫസ്റ്റ് എക്സാം നമ്മൾ കഴിഞ്ഞത്, അപ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻ ആയിരുന്നു ആ എക്സാമിനെ പറ്റി. കാരണം നമ്മൾ ആ സിലബസ് നോക്കുമ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടെൻഷൻ ആയിരുന്നു. കാരണം എന്താണ് അവിടുന്ന് എക്സ്പെക്ട് ചെയ്യാം? ചിലപ്പോൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ മറ്റ് ബാങ്ക് എക്സാം പോലെ തന്നെ വന്ന എക്സാമുകൾക്ക് വന്ന പോലെയുള്ള ഇൻഡയറക്റ്റോ സ്റ്റേറ്റ്മെന്റ് ടൈപ്പോ അങ്ങനെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ വരുമോ, ഇങ്ങനെയൊക്കെയുള്ള ടെൻഷൻ നമുക്കുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഒരു ഫസ്റ്റ് എക്സാം ആയതുകൊണ്ടായിരിക്കും ചിലപ്പം കുറച്ച് ഈസിയായി ലിബറൽ ആക്കിയിട്ട് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. എന്നാലും നമ്മളിപ്പോൾ സബ്ജക്റ്റ് വൈസ് നമുക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ PYQs എടുത്ത് ഡിസ്കസ് ചെയ്യുന്നതിൽ കൂടെ തന്നെ കുറച്ച് അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യനും കൂടി നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അതായത് PYQ പഠിക്കുമ്പോൾ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കൂടി മനസ്സിലാക്കി പോവുക. അതുകൂടാതെ സിലബസിൻ്റെ അകത്ത് വന്നിരിക്കുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. അതെ. എന്നാൽ മാത്രമേ, കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം നമ്മൾ സാധാരണ PYQs ഒരുപാട് ചെയ്തു വന്നതാണ്. അപ്പോൾ PYQs ചെയ്തു വന്നപ്പോൾ ഇനി പഴയ PYQs എടുക്കുക വെച്ചാൽ ഓക്കെ എടുക്കാം, പക്ഷെ അതിൽ നിന്നും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് സിലബസിൽ. അപ്പോൾ ആ സിലബസിലെ മാറ്റങ്ങൾ കൂടി നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി അതിൽ നിന്നും കൂടി മാക്സിമം എന്ത് ചെയ്യുക, എഫേർട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്കോർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ പിന്നീട് വരുന്ന മറ്റൊരു സംശയമാണ്, അതായത് നമ്മുടെ സബ്ജക്റ്റും നമ്മളെ ജനറൽ പേപ്പർ പോലത്തെ, അതായത് ഇംഗ്ലീഷ്, മാത്സ് തുടങ്ങിയ ടോപ്പിക്കുകളും അതുകൂടാതെ നമ്മളെ സബ്ജക്റ്റും രണ്ടും ഉണ്ടല്ലോ. അപ്പോൾ ചില ആൾക്കാർക്ക് ചില എക്സാമിന് ഇത്തരത്തിലുള്ള നമ്മളെ സബ്ജക്റ്റ് ഏരിയ ഈസി ആവും, മറ്റത് ടഫ് ആവും. ചില എക്സാമുകൾക്ക് എന്താവും,
മറ്റേ നമ്മളെ ഏരിയ ടഫ് ആവും മറ്റേത് ഈസി ആവും അല്ലെ. ഇങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഒരു ഡിഫറൻസിയേഷൻ സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോയി ഈസി ആക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഈസി ആക്കുവാനായിട്ടുള്ള വഴിയല്ല. ഏറ്റവും പ്രധാനം ഞാൻ സാർ പറഞ്ഞൊരു കാര്യം എന്താണ്, സബ്ജക്റ്റ് പാർട്ടും ഇതും നമ്മുടെ നോൺ സബ്ജക്റ്റും കൂടെ ഈക്വലാണ്. അങ്ങനെയെങ്കിലേ നമുക്ക് കറക്റ്റ് ആ കട്ട് ഓഫ് മറികടക്കുവാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ GK, ഇംഗ്ലീഷ്, മാത്സിൽ നിന്ന് തന്നെയാണ്. കാരണം GKയിൽ എത്ര മാർക്ക് അവർ സ്കോർ ചെയ്യുമെന്നതാണ് പ്രധാനമായിട്ടും നമ്മുടെ റാങ്ക് നിശ്ചയിക്കുന്ന ഒരു കാര്യം. കാരണം ഈ പറയുന്ന സബ്ജക്റ്റ് ഒരുവിധം എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് അറിയാം. പിന്നെ മാത്സ് ഒക്കെ ആണെങ്കിൽ പോലെ വർക്കൗട്ട് കൊണ്ടും ഇംഗ്ലീഷൊക്കെ പ്രാക്ടീസ് കൊണ്ടും അവർക്ക് എന്തെങ്കിലും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. GK പാർട്ട് മുൻപ് എങ്ങനെയായിരുന്നു, സിലബസ് ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം GKയിൽ എത്ര മാർക്ക് കിട്ടുന്നു എന്നതായിരുന്നു റാങ്ക് നിർണ്ണയിച്ചിരുന്ന, അല്ലെങ്കിൽ റാങ്കിൽ കട്ട് ഓഫ് മറികടക്കുവാനായിട്ടുണ്ടായിരുന്ന ഒരു പ്രധാന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. GKയും ഇംഗ്ലീഷും മാത്സും അതുപോലെ സബ്ജക്റ്റും കൂടി ഒരേപോലെ ഓക്കെ ആയി വന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരേ രീതിയിൽ നല്ലൊരു സ്കോർ കിട്ടിയെങ്കിൽ മാത്രമാണ് നമുക്ക് കട്ട് ഓഫ് മറികടക്കുവാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പാർട്ട് അവർ വൊക്കാബുലറിയും ഇംഗ്ലീഷും ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ സബ്ജക്റ്റ് നോക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗത്തിന് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പം ഡെയിലി വൊക്കാബുലറി പ്രാക്ടീസ് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് ഡെയിലി എന്ന പോലെ തന്നെ അപ്ഡേറ്റ് ചെയ്തു പോവുക, മാത്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ ഇത് കൃത്യമായിട്ട് ഡെയിലി ബേസിസിൽ ഒരു 3 ക്വസ്റ്റ്യൻസേ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് അങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്യുന്നത് വഴി എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് മാക്സിമം മാർക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു മാർക്ക് എന്തായാലും അവരെ റാങ്കിലേക്ക് അതുപോലെ കട്ട് ഓഫ് മാർക്ക് അടക്കുവാനായിട്ട് കൂടെ അവരെ സഹായിക്കുന്നതായിരിക്കും. അപ്പം ഇതിനൊക്കെ പറ്റിയ ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഒരു ബിഗിനേഴ്സ് ബാച്ച് ആണ്. അപ്പൊ ബിഗിനേഴ്സ് ബാച്ചിനെ പറ്റി സാർ തന്നെ പറയും. ഇതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ബേസ് ലെവൽ മുതൽ പഠിച്ചു പോകുന്ന ഒരു ബാച്ചാണ്. നമുക്ക് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, അക്കൗണ്ടൻസി ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, അതിന്റെ ആ ഒരു ബാങ്ക് എന്ന ടേം എവിടെ നിന്ന് ഡിറൈവ് ചെയ്തു വന്നു എന്നതും ഉൾപ്പെടെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും എക്സാമിന്റെ തലേദിവസം വരുന്ന കറണ്ട് അഫയേഴ്സ് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് ഓരോ റേറ്റുകൾ ഉൾപ്പെടെ ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ അതുവരെയുമുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ബാച്ചിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ അക്കൗണ്ടൻസി ആണെങ്കിൽ നമ്മൾ അതിന്റെ ഡെഫിനിഷൻ മുതൽ നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ അകത്ത് സോട്ട് അനാലിസിസ് വരെയും നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് പറ്റുന്ന ഒരു ബാച്ചാണ് ബിഗിനേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് സബ്ജക്റ്റ് ആയിക്കോട്ടെ, നോൺ സബ്ജക്റ്റ് ആയിക്കോട്ടെ, നമ്മുടെ ഇംഗ്ലീഷ്, മാത്സ്, GK അതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും നമ്മുടെ ഒരു ബിഗിനേഴ്സ് ബാച്ചിൽ ഉണ്ടാവുക. കാരണം അത്രയും എക്സ്പേർട്ട് ആയ ഫാക്കൽറ്റീസ് ഉണ്ടാവും നമ്മുടെ കൂടെ. അപ്പോൾ ഇവരുടെ ഡൗട്ടുകൾ ഡെയിലി ബേസിസിൽ ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പറ്റും. മെന്റർഷിപ്പ് സപ്പോർട്ട്, PDF നോട്ടുകൾ, ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, ഡെയിലി എക്സാമും വീക്കിലി എക്സാമും ഉണ്ട്. അതായത് വീക്കിലി എക്സാം എന്ന് പറയുന്നത് CACB എങ്ങനെയാണോ എക്സാം നടത്തുന്നത് അതേ രീതിയിലായിരിക്കും സാറേ നമ്മുടെ ഈ ഒരു ബാച്ചിൽ എക്സാം ഉണ്ടാവുക. അപ്പം നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 മാസമാണ്. അപ്പം നമുക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള അതായത് ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ എന്ത് ചെയ്തിരിക്കാം, നമ്മുടെ ലിങ്ക് കൊടുത്തിരിക്കാം. അതുവഴി ഇവർക്ക് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ട് അഡ്മിഷൻ എടുക്കുവാനായിട്ട് പറ്റും. അപ്പം അടുത്ത ഒരു എക്സാം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് കട്ട് ഓഫിന്റെ അവിടെ തടഞ്ഞു നിൽക്കാതെ കട്ട് ഓഫ് മറികടന്നുകൊണ്ട് അവരുടെ വിജയ ദൂരത്തിലേക്ക് ഓടിയെത്തുവാനായിട്ട് സാധിക്കുന്നതായിരിക്കണം. അതിനുള്ള പഠനം എന്ത് ചെയ്യണം, ഇപ്പോഴേ തുടങ്ങണം അല്ലെ. ഇപ്പൊ തുടങ്ങിയാലേ നമുക്ക് എന്ത് ചെയ്യൂല, കാരണം സമയം നമ്മളെ കൂടെ ഇപ്പൊ റണ്ണിങ്ങിലാണ്. ഇനി നമുക്ക് പിടിച്ചാൽ കിട്ടുള്ളൂ ഒരു സമയം കഴിഞ്ഞാൽ. പിന്നെ പഠിക്കാനുള്ള സമയം രാത്രിയും രാവിലെ എന്നില്ലാതെ തിടുക്കം പിടിച്ച് പഠിക്കേണ്ടി വരും. ഇപ്പോഴാണെങ്കിൽ നിങ്ങളെ ജീവിതത്തിലെ ഒരു സമയം ഇങ്ങനെ മാറ്റി വെച്ച് പോയാൽ മാത്രം അവർക്ക് വേണ്ടിയിട്ട് ഒരു സമയം മാറ്റി വെക്കും. അപ്പോൾ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ താഴെ നമ്മൾ ഒരു ഫോം കൊടുക്കുന്നുണ്ട്. ആ ഫോമിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റും അറിയാം. അവല്ലേ സാറേ? അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ പഠിപ്പിക്കാൻ ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് പഠിച്ച് നല്ലൊരു റാങ്കിലേക്ക് നമുക്ക് എത്താം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. അതുവരെ താങ്ക് യു.